ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു സ്പെഷ്യൽ വത്തക്ക വെള്ളമാണ്. വത്തക്ക വെള്ളം പല രീതിയിലും ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള രീതിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് ഇഫ്താർ സ്പെഷ്യലിലെ 4ാമത്തെ വീഡിയോ ആണ്. ഇതിൻ്റെ മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണണേ. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. ആദ്യം തന്നെ ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം വത്തക്ക എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. മിക്സിയിലിട്ട് അടിക്കരുത്, ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് തന്നെ എടുത്താൽ മതി. കട്ട് ചെയ്തെടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഉടച്ചെടുക്കുക കേട്ടോ. കാരണം ആ നീരൊന്നും ഇങ്ങോട്ട് ഇറങ്ങാനാണ്. എന്നാൽ ഒത്തിരി അങ്ങ് ഉടച്ചെടുക്കും വേണ്ട. പിന്നെ കുരുവൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക കേട്ടോ. കുരു ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ മാക്സിമം ഇതിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ലിറ്റർ തണുത്ത പാലെടുത്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ പാലൊഴിക്കുമ്പോൾ നല്ലൊരു പിങ്ക് കളറാണ് ഇതിന് കിട്ടുക. ആവശ്യത്തിനുള്ള മധുരം കൂടി ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ നല്ല മധുരമുള്ള തണ്ണിമത്തനാണ്, അതുകൊണ്ട് ഞാനിപ്പോൾ കുറച്ച് പഞ്ചസാര ചേർക്കുന്നുള്ളൂ. മധുരം കുറവാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം മധുരം ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് എത്ര വേണ്ടതെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഐസ്ക്രീമാണ്. അപ്പോൾ ഞാൻ വാനില ഫ്ലേവറാണ് ചേർത്ത് കൊടുക്കുന്നത്. വാനില ഫ്ലേവർ ആയിരിക്കും കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പല രീതിയിലും ഈ വത്തക്ക വെള്ളം ഉണ്ടാക്കിയെടുക്കാറുണ്ട്. ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിട്ടാണ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് അലിഞ്ഞ് വരട്ടെ, അതുവരെ നമുക്കിങ്ങനെ ഇളക്കിയെടുക്കാം. കുറച്ചുകൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ വത്തക്ക വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. വളരെ എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട്, ഒരു പ്രയാസമില്ല. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇനി നമുക്കിത് സെർവ് ചെയ്യാം. സെർവ് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പകർന്നു കൊടുക്കാം. അപ്പോൾ ഇഫ്താറിനൊക്കെ പറ്റിയ നല്ലൊരു കിടിലൻ ഡ്രിങ്കാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. മുകളിൽ കുറച്ചുകൂടെ നമുക്ക് ഐസ്ക്രീം ഇട്ടിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. മുകളിൽ ഞാൻ കുറച്ച് തണ്ണിമത്തൻ്റെ പീസും കൂടെ ഇട്ടിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ. അപ്പോൾ നമുക്ക് വേറെ ഐറ്റംസായിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.